Hello, I'm Ali Arimbra's ഡെന്റൽ ക്ലിനിക് മെലാറ്റോ. ആദ്യമായിട്ടാണ് നിങ്ങൾ എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ അത് സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ എനാബിൾ ചെയ്യുക. നിങ്ങളുടെ കമൻസുകളും നിങ്ങളുടെ അഭിപ്രായങ്ങളെല്ലാം എനിക്ക് കമൻസിലൂടെ അറിയിക്കുക. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ നിങ്ങളുടെ സുഹൃത്തുക്കൾക്ക് അത് ഷെയർ ചെയ്ത് കൊടുക്കുക. ഓക്കെ, ഇന്ന് ഞാൻ നിങ്ങളെ മുന്നിൽ വന്നിട്ടുള്ളത് നമ്മൾ ഡെന്റിസ്ട്രിയിൽ എല്ലാ സ്പെഷ്യാലിറ്റികൾക്കും രണ്ട് മുഖമാണുള്ളത്. ഒന്ന്, വി ആർ ഡിപ്പെൻഡിങ് സ്പെഷ്യാലിറ്റി. രണ്ട്, വി ആർ ഡൂയിങ് ആസ് എ ജനറൽ പ്രാക്ടീഷണേഴ്സ്. അപ്പോൾ ഇത് രണ്ടിനും തമ്മിൽ പരസ്പരമായിട്ടുള്ള ഒരു ബന്ധമുണ്ട്. അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നമുക്ക് എല്ലാ വർക്കുകളും നമുക്ക് അണ്ടർ ഗ്രാജുവേറ്റ് ലെവലിൽ നമുക്ക് എടുത്തു ചെയ്യാൻ സാധിക്കില്ല. അതിന് നമ്മൾ സ്പെഷ്യാലിറ്റിനെ ആശ്രയിക്കുക തന്നെ വേണം. അപ്പോൾ ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തുന്നത് ഇന്ന് ഇമ്പോർട്ടൻസ് ഓഫ് ഫോട്ടോഗ്രാഫി ഇൻ ഓർത്തോഡോണ്ടിക് പ്രാക്ടീസ് എന്നുള്ള സബ്ജക്റ്റിനെ സംബന്ധിച്ചാണ്. ഞാൻ ഇവിടെ നിങ്ങളുടെ മുന്നിൽ വെച്ചിട്ടുള്ളത് ദ ഫസ്റ്റ് വൺ ഈസ് സെഫലോമെട്രിക്സ്, ലാറ്ററൽ സെഫ്. ഈ ലാറ്ററൽ സെഫ് എന്ന് പറയുന്ന സംഭവം ഇത് നമുക്ക് എന്ത് വേണം? നമുക്ക് ഓർത്തോ പ്രാക്ടീസിനകത്ത് വളരെ ഇമ്പോർട്ടൻ്റ് ഉള്ള ഒന്നാണ്. ഇതിനകത്ത് വ്യത്യസ്ത പോയിന്റ്സുകൾ വെച്ചിട്ട് വേണം നമുക്ക് സോഫ്റ്റ് ടിഷ്യൂസ് അതേപോലെ ഹാർഡ് ടിഷ്യൂസിന് സംബന്ധമായിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് എടുക്കാൻ. അപ്പോൾ നെക്സ്റ്റ് തിങ് നമുക്ക് വേണ്ടത് ഡബിൾ ഒക്ലൂസൽ കാസ്റ്റ് ഓർ മോഡൽ. ഇതിൻ്റെ ഇമ്പോർട്ടൻസ് എന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾറെഡി നമുക്ക് ടൂത്തുകളുടെ തമ്മിലുള്ള മെഷർമെന്റ്സ്, ടൂത്തിന്റെ വെദർ ഇറ്റ് ഈസ് പ്രസന്റ് ഓർ നോട്ട്. രണ്ടാമത്തത് എത്ര പല്ലുകൾ നമുക്ക് നിലനിൽക്കുന്നുണ്ട്, ബേസിക് ബോൺ സ്ട്രക്ചേഴ്സ് എത്ര മാത്രമുണ്ട്. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഇവിടെ നമുക്ക് 10 പല്ലുണ്ടെങ്കിൽ ഈ 10 പല്ല് ഒക്യുപ്പൈ ചെയ്യാനുള്ള ബേസൽ ബോൺ ഉണ്ടോ, ആൽവിയോളർ ബോൺ ഉണ്ടോ എന്ന് നമുക്ക് അറിയാൻ വേണ്ടിയിട്ടാണ് നമ്മൾ ഡബിൾ ഒക്ലൂസൽ എടുക്കുന്നത്. ഇപ്പൊ ഒറ്റ നോട്ടത്തിൽ തന്നെ നിങ്ങൾക്ക് അറിയാൻ പറ്റും ഈ മോഡൽസ് ഇതിനകത്തൊക്കെ ഈ കാസ്റ്റിനകത്ത് അപ്പർ കാസ്റ്റ് ഈസ് മച്ച് മോർ ദാൻ ലോവർ വൺ. എന്താ കാരണം? ഇത് ഒരു പീഡോ കേസാണ്, ഒരു കുട്ടികളുടേതാവുമ്പോൾ നമ്മൾ ലോവർ മാൻഡിബിൾ വളരുന്ന ടൈം ആവുന്നേ ഉള്ളൂ. ദിസ് ഈസ് അപ്രോക്സിമേറ്റ്ലി 8 or 9 ഏജ്. അതിന് മേലിതില്ല. അതിനുശേഷം നമുക്കൊരു പ്രൊഫൈൽ ഫോട്ടോ വേണം, ഫേസ് വേണം, പിന്നെ ഫേഷ്യൽ പ്രൊഫൈൽ വേണം, നമുക്ക് ക്ലോസ്ഡ് ലിപ്പ് വേണം, ഫേഷ്യൽ പ്രൊഫൈൽ. ഇതിന്റെ പ്രത്യേകത ഒരു പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം ഇവരുടെ ലാറ്ററൽ ഫോട്ടോഗ്രാഫി ഈസ് മച്ച് ഇമ്പോർട്ടൻറ്റ്. കാരണം ഇതാണ് നമുക്ക് ഔട്ട്ലുക്ക് നൽകുന്നത്. ഓൾറെഡി ഇതും ഈ ലാറ്ററൽ സെഫും ഈ ലാറ്ററൽ ഫോട്ടോഗ്രാഫും ഈ ലാറ്ററൽ സെഫും തമ്മിലുള്ള ഒരു ബന്ധമുണ്ട്. ഈ ബന്ധം ഇത് ഈ ചിത്രത്തിലൂടെ നമുക്ക് കാണാം. നമുക്ക് ബേസൽ ബോൺ മാത്രമല്ല കാണുന്നത്, ലിപ്സിന്റെ ഷെയ്ഡും കാണുന്നുണ്ട്. അത് നമ്മൾ ഡിഫറെന്റ് ഫിൽറ്ററിൽ നമുക്ക് വെച്ച് കഴിഞ്ഞാൽ ഈ ലിപ്പും ബോണും തമ്മിലുള്ള റിലേഷൻസ് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. അടുത്ത ഇത് ഫ്രോണ്ടൽ ടീത്ത്, റൈറ്റ് സൈഡ് ഒക്ലൂഷൻ, ലെഫ്റ്റ് സൈഡ് ഒക്ലൂഷൻ ആൻഡ് ദ മോഡൽ ഓഫ് റൈറ്റ് സൈഡ് ആൻഡ് ലെഫ്റ്റ് സൈഡ്. എന്തുകൊണ്ടാണ് നമ്മൾ പേഷ്യൻസിലെ റൈറ്റും ലെഫ്റ്റും ഫോട്ടോഗ്രാഫ് എടുത്തു കഴിഞ്ഞാൽ അത് ഡെന്റലിന്റെ റൈറ്റും ലെഫ്റ്റും എടുക്കേണ്ട ആവശ്യം? കാരണം ഇത് ഡെന്റൽ ഫോട്ടോഗ്രാഫ് ഇതാണ് ശരിക്കും കോൺസ്റ്റന്റ്. ഇത് നമുക്ക് ചേഞ്ച് ചെയ്യാൻ പേഷ്യൻസിനെ കൊണ്ട് കഴിയില്ല. അപ്പോൾ ഇതാണ് സ്റ്റേബിൾ. നമ്മൾ ആശ്രയിക്കേണ്ടത് പേഷ്യൻസിന്റെ കാസ്റ്റിനെയാണ്, അല്ലാതെ പേഷ്യൻസിന്റെ ഫോട്ടോഗ്രാഫിനെയല്ല. അതിനുശേഷം നമുക്ക് എടുക്കേണ്ടത് പനോമെട്രിക് എക്സ്റേ, OPG. ദാറ്റ് യു നോ. OPG എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിനകത്ത് ഏതെല്ലാം ടൂത്ത് ഏതെല്ലാം ഏജിൽ വളരുന്നു എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പോൾ ഒരു ഡെന്റിസ്റ്റിനെ സംബന്ധിച്ചിടത്തോളം ഒരു OPG കണ്ടു കഴിഞ്ഞാൽ തന്നെ ആ പേഷ്യൻസിന്റെ ഏജ് പറയാൻ സാധിക്കും. ആ ഏജ് നമുക്ക് ബൈ പ്രാക്ടീസ് നമുക്ക് അറിയാൻ പറ്റും. ഓരോ പല്ലിന്റെ എറപ്ഷൻ നോക്കിയിട്ട് നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ദിസ് ഈസ് 6 എറപ്റ്റഡ് എന്ന് പറഞ്ഞാൽ 6 എറപ്റ്റിംഗ് ഏജ് ഉണ്ട് സാധാരണ. ആ ഏജിനകത്ത് പേഷ്യൻസിന്റെ ഈ OPG കണ്ടാൽ തന്നെ നമുക്കറിയാൻ പറ്റും, ഈ പാനോരമിക് എക്സ്റേ കണ്ടാൽ തന്നെ അറിയാൻ പറ്റും ആ പേഷ്യൻസിന്റെ ഏജ്.
അപ്പോൾ ഇതിനകത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ടത് ഇതേപോലത്തെ ഓരോ കേസുകളും നമ്മൾ കീപ്പ് ചെയ്യുമ്പോൾ, നമ്മൾ സ്റ്റോർ ചെയ്യുമ്പോൾ ഈ ഓരോ ഫോട്ടോഗ്രാഫുകളും ഓരോ ചിത്രങ്ങളും നമുക്ക് ഒരുപാട് ഇൻഫർമേഷൻസ് ആണ് തരുന്നത്. ഒരു ഇമേജ് അല്ലെങ്കിൽ ഒരു ഫോട്ടോ തരുന്ന ഇൻഫർമേഷൻസ് ഒരിക്കലും ഒരു വേർഡിങ്സ് തരില്ല. നമ്മൾ മനസ്സിലാക്കണം. അതുകൊണ്ട് തന്നെ ഫോട്ടോഗ്രാഫി എന്ന് പറയുന്ന സംഭവം ഡെന്റലിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഡെന്റൽ പ്രാക്ടീസിനകത്ത് അത് ഏത് സ്പെഷ്യാലിറ്റി ആണെങ്കിലും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. അത് ഒന്ന്, നമ്മൾ മുമ്പുള്ള ട്രീറ്റ്മെന്റ്, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ ഈ കേസിനെ സംബന്ധിച്ചിടത്തോളം ഇത് നമുക്ക് സർജിക്കൽ ആണോ അതോ ഡെന്റൽ കറക്ഷൻ ആണോ എന്ന് നമുക്ക് ഈസി ആയിട്ട് നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ സാധിക്കും. എന്താ കാര്യം? ദ സ്കെൽറ്റൽ റിലേഷൻ. ഈ സ്കെൽറ്റൽ റിലേഷൻസിൽ നമ്മൾ സെഫലോമെട്രിക്സിനകത്ത് വ്യത്യസ്ത പോയിന്റ്സ് വെച്ചതിന് ശേഷം ഓരോ പൊസിഷനിന്റെ ആംഗിൾ നമ്മൾ നിർണ്ണയിക്കുമ്പോൾ നമുക്ക് എന്തറിയാൻ പറ്റും? അത് നോർമൽ കേസുകളാണോ അതോ അത് സത്യത്തിൽ നമുക്കത് നോർമലാണോ അതല്ല നമുക്ക് അത് സർജിക്കൽ കേസാണോ, അതായത് ഓർത്തഡോണ്ടിക്കലി കറക്റ്റ് ചെയ്യാൻ പറ്റൂ, അതല്ല എന്നുണ്ടെങ്കിൽ നമുക്കത് എന്ത് ചെയ്യാൻ പറ്റുമോ, നമുക്കത് സർജിക്കൽ കേസാണോ നമുക്ക് അറിയാൻ പറ്റും. അപ്പൊ ലാറ്ററൽ സഫും ഫ്രോണ്ടൽ സഫിന്റെ ഒക്കെ ഇമ്പോർട്ടൻസ് അതുമാത്രം വലുതാണ്. ഇവിടെ നമ്മൾ ശ്രദ്ധിക്കേണ്ടത് എന്താ വെച്ചാൽ, ഒരിക്കലും ഒരു ഡയഗ്നോസിങ് എന്ന് പറയുന്നത് ഒരു സിംഗിൾ പോയിന്റ് വെച്ചിട്ടല്ല, മൾട്ടിപ്പിൾ പോയിന്റ് വെച്ചിട്ടാണ്. ഞാൻ നിങ്ങൾ മുമ്പ് വീഡിയോയിൽ തന്നെ പറഞ്ഞിരുന്നു, ഒരിക്കലും ഒരു ഓർത്തഡോണ്ടിക് കേസ് നമുക്ക് ഒരു എക്സ്റേ കണ്ടാലോ ഒരു ഫോട്ടോഗ്രാഫ് കണ്ടാലോ നമുക്ക് അറിയാൻ കഴിയില്ല. നമുക്ക് എന്ത് പറയാൻ പറ്റണം? നമുക്ക് അവരുടെ ചിത്രങ്ങളെല്ലാം നമുക്ക് ഐഡന്റിഫൈ ചെയ്യാൻ പറ്റണം. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഈ ഒരു പേഷ്യൻസിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ട്രീറ്റ്മെന്റ് തുടങ്ങുമ്പോൾ അവന്റെ ലാറ്ററൽ സെഫലോമെട്രിക്സ്, ഡബിൾ ഒക്ലൂസൽ മോഡൽ, ഫ്രണ്ടൽ ഫോട്ടോഗ്രാഫ്സ്, ലാറ്ററൽ ഫോട്ടോഗ്രാഫ്സ്, ഫ്രണ്ട് ഒക്ലൂഷൻ, ലെഫ്റ്റ് ഒക്ലൂഷൻ, അപ്പർ ആൻഡ് ലോവർ, ഈ എല്ലാ ഡയഗ്നോസിയും കിട്ടിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ അപ്പോൾ ആ മോഡൽ റിലേഷൻസ്, ഫോർ എക്സാമ്പിൾ ഇപ്പൊ നോക്കൂ, ഈ മോഡൽ റിലേഷൻസിൽ നമുക്ക് പറയാൻ പറ്റും ഓരോ ടൂത്തിന്റെ പൊസിഷൻ എന്താന്നുള്ളത്. അപ്പോൾ ഈ പൊസിഷനും ഇതിന്റെ ഓൾ ടുഗദർ നോക്കിയിട്ട് വേണം നമ്മൾ ആ ട്രീറ്റ്മെന്റ് ഡിസൈഡ് ചെയ്യാൻ പറ്റാൻ. അപ്പോൾ ഒരു പ്രോബ്ലം നമുക്ക് അറിയില്ല എങ്കിൽ, ഒരു പേഷ്യൻസിന്റെ ഡയഗ്നോസിങ് അറിയില്ല എങ്കിൽ ആ പേഷ്യൻസിനെ നമ്മൾ റീഡ് ചെയ്തിട്ടില്ല എന്നാണ് മനസ്സിലാക്കാനുള്ളത്. ഒരിക്കലും നമ്മൾ ഡേറ്റ ഓറിയന്റഡ് അല്ലാതെ നമ്മൾ എന്ത് ചെയ്യാൻ പോകരുത്? ഡേറ്റ ഓറിയന്റഡ് അല്ലാതെ നമ്മൾ ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകരുത്. ആ ട്രീറ്റ്മെന്റ് എടുക്കുമ്പോൾ നമ്മൾ പ്രീ ആയിട്ടും പോസ്റ്റ് ആയിട്ടും നമ്മൾ ഫോട്ടോഗ്രാഫ് എടുക്കുമ്പോൾ നമുക്ക് ചെയ്യുന്ന റിസൾട്ട് നമുക്ക് ആ പേഷ്യൻസിന് നമുക്ക് കാണിക്കാൻ സാധിക്കും. You can give a guarantee in the change or the transformation of the patient. അപ്പോൾ ഇങ്ങനെ വരുന്ന ഒരു പേഷ്യൻസിന്, ഇപ്പൊ ഈ ഒരു പേഷ്യന്റ് ആണെങ്കിൽ ഈ പേഷ്യൻസിൽ വന്ന മാറ്റം എന്താ എന്ന് നമുക്ക് പറഞ്ഞു കൊടുക്കാൻ സാധിക്കും. കാരണം ഈ ഫോട്ടോഗ്രാഫ് ഒരിക്കലും എന്ത് പറയില്ല? കളവ് പറയില്ല. അപ്പോൾ ഫോട്ടോഗ്രാഫിയുടെ ഇമ്പോർട്ടൻസ് നിങ്ങളെ ഓർമ്മപ്പെടുത്താൻ വേണ്ടിയിട്ടാണ് ഇത് ഞാൻ നിങ്ങളെ ശ്രദ്ധയിൽപ്പെടുത്തിയത്. ഇനി നമ്മൾ ശ്രദ്ധിക്കേണ്ടത്, ഈ ഓരോ സബ്ജക്റ്റിനെ സംബന്ധിച്ചിടത്തോളം നമ്മളെ സംബന്ധിച്ചിടത്തോളം വളരെ ഇമ്പോർട്ടൻ്റ് ആയ പല ഡോക്യുമെന്റുകളും നമ്മൾ റീഡ് ചെയ്യണ്ടായിരിക്കും. ഇപ്പോ ഇങ്ങനെ സത്യത്തിൽ ഈ പിക്ചർ, ആ പിക്ചറിനകത്ത് ഒരു പ്രൊസീജിയേഴ്സ് എങ്ങനെ നമുക്ക് ഡൗൺലോഡ് ചെയ്യണമെന്നും എങ്ങനെ നമുക്ക് അത് ചെയ്യണമെന്നും നമുക്ക് ഡിഫറെന്റ് വീഡിയോസിലൂടെ ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഒരു സെഫലോമെട്രിക്സ്, ഒരു ബ്രാക്കറ്റ് ഡിസ്പ്ലേസ്, ഒരു പേഷ്യൻസിൽ എങ്ങനെ നമുക്ക് ബ്രാക്കറ്റ് ഡിസ്പ്ലേസ് ചെയ്യാം എന്നുള്ളത് നിങ്ങൾക്ക് എല്ലാവർക്കും അവൈലബിൾ ആയി കിട്ടും സംഭവം. കാരണം എങ്ങനെ ഒരു പേഷ്യൻസിന്റെ ബ്രാക്കറ്റ്സ് നമുക്ക് പ്ലേസ് ചെയ്യാൻ പറ്റും, ആ ബ്രാക്കറ്റിന്റെ പൊസിഷൻ എങ്ങനെ മെയിൻറ്റെയിൻ ചെയ്യാൻ പറ്റും, ആ ഒരു ടൂത്തിന്റെ ബ്രാക്കറ്റ്സ് എങ്ങനെ പ്ലേസ് ചെയ്യാൻ പറ്റുമെന്ന് ഓർത്തോഡോണ്ടിക് സ്റ്റഡീസിലും ഓർത്തോഡോണ്ടിക് വീഡിയോയിലും നമുക്ക് അവൈലബിൾ ആയി കിട്ടും. അതുകൊണ്ട് ഒരിക്കലും നമുക്ക് എന്ത് സംഭവിക്കില്ല? റോങ് സംഭവിക്കില്ല. ഒരിക്കലും നമുക്ക് അറിയാത്ത ഡേറ്റ വെച്ചതിന് ശേഷം നമ്മൾ എന്തും ചെയ്യാൻ പോകരുത്, നമ്മളുടെ ട്രീറ്റ്മെന്റ് എടുക്കാൻ പോകരുത്. ഇപ്പോ ഫോർ എക്സാമ്പിൾ ഒരു ക്ലാസ് ടു മെക്കാനിക്സ് എന്ന് നമുക്ക് പറയുമ്പോൾ ഒരു ഇൻസൈസർ, ഒരു പ്രീമോളാർ, നമ്മൾ എക്സ്ട്രാക്ഷൻ സ്പേസ് നമുക്ക് എങ്ങനെ ക്ലോസ് ചെയ്യണം എന്ന് നമുക്ക് ഈസിയസ്റ്റ് ആയിട്ട് നമുക്ക് ഈ വീഡിയോയിനകത്ത് നമുക്ക് പറയാൻ സാധിക്കും.
നിങ്ങൾ ശ്രദ്ധിക്കും ഈസിയസ്റ്റ് ആയിട്ട്. ഇപ്പൊ ഫോർ എക്സാമ്പിൾ ഇതൊരു ബൈകാസ്പിഡ് എക്സ്ട്രാക്ഷൻ ആണ്, ഒരു പ്രീമോളർ എക്സ്ട്രാക്ഷൻ ആണ്. ഈ സ്പേസ് ക്ലോസ് ചെയ്യാൻ വേണ്ടി നമ്മൾ എത്ര ഫോഴ്സ് ഉപയോഗിക്കണം എന്ന് നമ്മൾ ഡിറ്റർമിൻ ചെയ്യണം. ഇഫ് ഇറ്റ് ഈസ് ഹൈ ഫോഴ്സ്, ഓൺലി വേ ഈസ് ദ കോയിൽ. ഇഫ് ഇറ്റ് ഈസ് ലെസ് ഫോഴ്സ്, ഇറ്റ് നീഡ്സ് എ ജസ്റ്റ് an elastics which have less strength, less than 100 gram force. ഒരിക്കലും ഹയർ ഫോഴ്സസ് നമ്മൾ റെക്കമെൻഡ് ചെയ്യരുത്, ലോ ഫോഴ്സസ് റെക്കമെൻഡ് ചെയ്യണം. പിന്നെ ഓൾറെഡി ഈ കിട്ടിയ റിസൾട്ടിനെ സംബന്ധിച്ചിടത്തോളം നമ്മൾ ഒബ്സർവ് ചെയ്തുകൊണ്ടിരിക്കണം. നമുക്ക് എങ്ങനെയാണ് നമുക്ക് റിസൾട്ട് വരുന്നു എന്ന് നമ്മൾ നേരത്തെ അറിഞ്ഞുകൊണ്ടിരിക്കണം. ഒരു പേഷ്യൻസിനെ ട്രീറ്റ്മെന്റ് ചെയ്യുന്നതിന് മുമ്പ് തന്നെ ആ പേഷ്യൻസിന്റെ റിസൾട്ട് എന്താണ് എന്ന് നമുക്ക് അറിയാൻ സാധിക്കണം. അത് നമുക്ക് കറക്റ്റ് മെഷർമെന്റ് ചെയ്യാൻ സാധിക്കണം. അത് ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡുകളാണിത്, വളരെ ഈസിയസ്റ്റ് ആയിട്ടുള്ള മെത്തേഡുകളാണ്. പക്ഷെ എല്ലാം ഡേറ്റ ഓറിയന്റഡ് ആണ്. ഒരിക്കലും ഡേറ്റ ഓറിയന്റഡ് അല്ലാത്ത ഒരു ട്രീറ്റ്മെന്റ് ഓപ്ഷൻസ് അല്ല ഞാൻ റെക്കമെൻഡ് ചെയ്യുന്നത്. ഇതെല്ലാം ഡേറ്റ ഓറിയന്റഡ് ആണ്. അതിനുവേണ്ടി നമുക്ക് എന്ത് ചെയ്യണം, ഒരു പേഷ്യൻസിന്റെ ഡേറ്റാസ് അത് 3 ബേസിൽ നമുക്ക് എടുക്കണം. ഒന്ന് സോഫ്റ്റ് ടിഷ്യൂ ബേസസ്, ഒന്ന് ഏജ് ബേസസ്, ദെൻ സ്കെൽറ്റൽ ബേസസ്, ദെൻ സെഫലോമെട്രിക് അനാലിസിസ് ബേസിസ്. അപ്പൊ ഇതെല്ലാം എടുക്കുമ്പോഴേ നമുക്ക് ആ പേഷ്യൻസിൽ ഒരു ഫൈനൽ റിസൾട്ട് ഉണ്ടാവുള്ളൂ. നിങ്ങൾ ശ്രദ്ധിക്കണം, ഒരിക്കലും ഒരു ശാസ്ത്രവും ഈസിയസ്റ്റ് അല്ല, എക്സെപ്റ്റ് വി ഹാവ് എ ബേസിക് നോളജ് അബൌട്ട് ദം. അതിനെ സംബന്ധിച്ച് അടിസ്ഥാനപരമായ അറിവ് വേണം. ഈ അടിസ്ഥാനമായ അറിവ് നമുക്ക് ഓരോ പേഷ്യൻസിലും നമ്മൾ അപ്ലൈ ചെയ്യുമ്പോൾ റിസൾട്ട് ഡിഫറൻ്റ് ആണ്. അപ്പൊ ആ പേഷ്യൻസിനെ സംബന്ധിച്ച് ഇൻഡിവിജ്വലി പഠിക്കുക, വ്യക്തിപരമായി പഠിക്കുക, നമ്മൾ ശാസ്ത്രത്തിനെ സംബന്ധിച്ച് അവബോധം ഉണ്ടാവുക എന്ന് മാത്രമാണ് നമുക്ക് പ്രാക്ടീസ് ഡെവലപ്പ് ചെയ്യാനുള്ള ഒരേ ഒരു മാർഗം. ഇപ്പോ ഈ ഒരു കേസ് പ്രീമോളർ എക്സ്ട്രാക്ഷൻ കേസാണ്. ഇനി സാധാരണഗതിയിൽ ഓർത്തഡോണ്ടിക്സിൽ ഏറ്റവും ഈസിയസ്റ്റ് കേസ് ഏതാണ് ട്രീറ്റ്മെന്റ്? അതെല്ലാം പ്രാക്ടീസിങ് ഡോക്ടേഴ്സിന് അറിയും. സാധാരണ ക്ലാസ് 1 കേസസ് ആണ്. ക്ലാസ് 1 കേസസ് കഴിഞ്ഞാൽ ഇറ്റ് ഇസ് മോസ്റ്റ് ഈസിയസ്റ്റ് ടു ഡു ക്ലാസ് 3 കേസസ്, നോട്ട് ക്ലാസ് 2 കേസസ്. Okay, thank you. I'm Dr. Ali, Aliyerim Prostate Clinic, Melato.